CPI ജില്ലാ സമ്മേളനത്തിൽ കടക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ബിനോയ് വിശ്വം എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ വലിയ ആരോപണങ്ങൾ ഉയരുന്നു. അപ്പോൾ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിയെ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് സംസ്ഥാന സമിതി അംഗവും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയതിൻ്റെ രേഖകൾ പുറത്തു വരുന്നു. അങ്ങനെ മൊത്തത്തിൽ പാർട്ടിക്കുള്ളിൽ വലിയ വിഭാഗിത. ചുരുക്കം പറഞ്ഞാൽ ബിനോയ് വിശ്വം എന്ന് പറയുന്ന നേതാവിനെ ഇനിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിട്ട് അംഗീകരിക്കാൻ കഴിയാത്ത കുറേ അധികം ആളുകൾ പാർട്ടിക്കുള്ളിലുണ്ട് എന്നതിൻ്റെ സൂചനയാണോ പുറത്തു വരുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഈ പണ്ട് മുതലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ CPIയെ സംബന്ധിച്ചിടത്തോളം ഒരു ആദർശമുള്ള പാർട്ടി എന്ന് നമുക്ക് പറയാൻ കഴിയുമായിരുന്നു. പണ്ട് ഈ വെളിയം ഭാർഗവൻ്റെയൊക്കെ കാലഘട്ടത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ CPIക്കാരാണല്ലോ, പിന്നീട് വിഭജിച്ചാണ് CPM ആകുന്നത്. പക്ഷേ ഈ അന്നത്തെ ആ കാലഘട്ടത്തിൽ അവരുടെ ഒരു ലളിതമായ ജീവിതം, അവരുടെ രാഷ്ട്രീയ ചുറ്റുപാടുകൾ, അവർ ഓരോരുത്തരോടുള്ള സമീപനം, നമ്മൾ ഒരു ആവശ്യമായി ചെല്ലുമ്പോൾ അവരുടെ പക്വതയോടുകൂടിയുള്ള പെരുമാറ്റം, ഒരു ധാർഷ്ട്യമോ ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു രീതികളായിരുന്നു CPIയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടുവന്നത്. വെളിയം ഭാർഗവനൊക്കെ ആണെങ്കിൽ ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് തുറന്നു പറയുകയും അത് പരിഹരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതായത് ഇടതു മുന്നണിയിൽ നിൽക്കുമ്പോൾ തന്നെ CPM എടുക്കുന്ന നിലപാടുകളോട് താല്പര്യക്കുറവോ ഇഷ്ടക്കുറവോ ഉണ്ടെങ്കിൽ കൃത്യമായി അത് ആർജവത്തോടെ പറയാനുള്ള ചങ്കൂറ്റമുണ്ടായിരുന്ന നേതാക്കളുള്ള ഒരു കാലഘട്ടമുണ്ടായിരുന്നു CPIയെ സംബന്ധിച്ചിടത്തോളം. വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പൻ വരെ നമുക്കതിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയും. അതിനുശേഷം കാനം രാജേന്ദ്രൻ്റെ വരവോടുകൂടി കാനം രാജേന്ദ്രൻ ഒരു റബ്ബർ സ്റ്റാമ്പ് എന്ന രീതിയിലുള്ള പറയാൻ തുടങ്ങിയിരുന്നു. അതായത് കാനം രാജേന്ദ്രൻ്റെ എന്തൊക്കെയോ ചില രേഖകൾ, മകനുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് പിണറായി വിജയൻ്റെ കയ്യിലുള്ളതിനാൽ കാനം രാജേന്ദ്രന് പിണറായി വിജയൻ ഒന്ന് കണ്ണുരുട്ടിയാൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് CPI മാറി. അത് നേതാക്കൾക്കിടയിൽ അതൃപ്തി ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടിയും കാനം രാജേന്ദ്രൻ ഒരു പരിധിവരെ പാർട്ടിയെ മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞുവെന്ന് നമുക്ക് പറയാം. പക്ഷേ അതിനുശേഷം ഈ ബിനോയ് വിശ്വം ചാർജ് എടുത്ത അന്ന് മുതൽ പാർട്ടിയിൽ അന്ധചിത്രങ്ങൾ തുടങ്ങിയെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫോൺ സംഭാഷണങ്ങളാണ് വരുന്നത്. അതോടൊപ്പം തന്നെ CPI നേതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ അവർ അഴിമതിയില്ലാത്ത നേതാക്കളായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ ഉള്ള ഏത് നേതാക്കളെ എടുത്താലും അവർ ഒരു MLA ആണെങ്കിൽ പോലും കോടികൾ സമ്പാദിക്കുകയാണ്. നമ്മൾ പേരെടുത്ത് പറയുന്നില്ല. പല ആൾക്കാരും ഇലക്ഷൻ മത്സരിച്ചവർ, ഇപ്പോൾ MLA ആയിട്ടുള്ളവർ, എല്ലാവർക്കും കോടികളുടെ ആസ്തിയായി മാറുകയാണ്. അപ്പം പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗമായി CPIയെ കാണുന്നു. പന്ന്യൻ രവീന്ദ്രനെ പോലെയുള്ള ചില നേതാക്കളെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഇപ്പോൾ ഇനി അങ്ങോട്ട് വരുന്തോറും CPIയുടെ ഓരോ നേതാക്കളും അവരവരുടേതായ സാമ്പത്തിക നില ഭദ്രമാക്കുക, ഈ പാർട്ടി ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ളവർക്ക് ജോലി വാങ്ങിക്കൊടുക്കുക, ഈ സഹകരണ ബാങ്കുകളിലടക്കം അത്തരത്തിൽ CPIയുടെ സംഘടനാ സംവിധാനം തന്നെ മാറി വരികയാണ്. അതോടൊപ്പം തന്നെ CPM എടുക്കുന്ന, പിണറായി വിജയൻ എടുക്കുന്ന നിലപാടുകളിൽ അല്ലെങ്കിൽ ജനവിരുദ്ധമായ നിലപാടുകളിലൊന്നും ഒരു അഭിപ്രായം പറയാനൊന്നും CPIയുടെ ഇവർ തയ്യാറാകുന്നില്ല. നമുക്കറിയാം, ഈ എലപ്പുള്ളി മദ്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യം ഒരു എതിർപ്പൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടി മന്ത്രിസഭാ യോഗം കൂടുമ്പോൾ ഇവിടുത്തെ CPI മന്ത്രിമാരൊക്കെ മിണ്ടാതിരിക്കുകയാണ്. എന്നിട്ട് വന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ ബിനോയ് വിശ്വം അത് പറയുന്നു, ഇത് നടക്കില്ല, അത് സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഇതൊരുമാതിരി മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടുന്നൊരു തന്ത്രമായിട്ട് അതിനെ കാണാൻ കഴിയുള്ളൂ. അതുമാത്രമല്ല, CPMനെ സംബന്ധിച്ചിടത്തോളം CPIക്ക് ഒരു വിലയും അവർ കൊടുക്കാറില്ല. അതുമാത്രമല്ല, CPI സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ CPMകാർ CPIക്ക് വോട്ട് ചെയ്യുക പോലുമില്ല. അത്ര ഒരു രണ്ടാം തരമായിട്ടാണ് CPIയെ കാണുന്നത്. ലീഗിനെ പോലും എടുക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന CPMന് സ്വന്തം കൂടെ ഇരിക്കുന്ന CPIയെ ഒരു അലർജി പോലെയാണ് കാണാൻ കഴിയുന്നത്. ശരിക്കും പറഞ്ഞപ്പോൾ ഈ CK ചന്ദ്രപ്പൻ, അതിന് മുമ്പ് വെളിയം ഭാർഗവൻ, അതിനുശേഷം വന്നപ്പം നമ്മുടെ പന്ന്യൻ രവീന്ദ്രൻ, ഇവരൊക്കെ വന്നപ്പോൾ പാർട്ടി സെക്രട്ടറിമാർ എന്ന് പറയുന്ന ഒരു ഗൗരവമുണ്ട്. പിന്നെ മാത്രമല്ല, പൊതുജനങ്ങൾക്കിടയിൽ CPMന് കാണുന്ന ഒരു വിലയല്ല CPIക്ക് നൽകിയത്. അവർ കുറച്ചുകൂടി ആദർശശാലികളാണ്. അവരുടെ അടുത്ത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാം, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കും. അംഗങ്ങളുടെ എണ്ണമല്ല, അംഗങ്ങളുടെ ആ ഒരു കൂട്ടായ്മയാണ് ആ പാർട്ടിയുടെ ശക്തി എന്നൊക്കെയാണ് കരുതിയത്. പക്ഷെ പിന്നീട് കാനം രാജേന്ദ്രൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വന്നപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒന്നാമത്തെ ഇടതു മുന്നണി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അന്ന് UDF എന്ന് പറയുന്ന പ്രതിപക്ഷം വളരെ ദുർബലമായിരുന്നു. പിണറായി വിജയൻ എടുക്കുന്ന അല്ലെങ്കിൽ ആ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളെ നിശിതമായി വിമർശിച്ച് രംഗത്ത് വന്നത് കാനം രാജേന്ദ്രനാണ്. അന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് കാനം രാജേന്ദ്രനാണ്. ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയനുമായിട്ട് ഫേസ് ടു ഫേസ് ഏറ്റുമുട്ടലിലേക്ക് വരെ വന്നിരുന്നു. പക്ഷെ കാലം അങ്ങോട്ട് കടന്നു പോയപ്പോഴാണ് പതുക്കെ കാനം രാജേന്ദ്രൻ ഒന്ന് പിൻവാങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ പല കാര്യങ്ങളിലും സമരസപ്പെട്ടു പോവുകയായിരുന്നു. അതാണ് ബിനു നേരത്തെ സൂചിപ്പിച്ച പോലെ എന്തോ കാനം രാജേന്ദ്രനുമായിട്ടുള്ള ചില കാര്യങ്ങൾ പിണറായി വിജയൻ കണ്ണുരുട്ടുന്നു, അതുകൊണ്ട്
അതുകൊണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും പാർട്ടി ഒരു കെട്ടുറപ്പുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും എതിർ ശബ്ദങ്ങളെ കൃത്യമായിട്ട് അടിച്ച് ഇരുത്തുകയാണെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ കാനം രാജേന്ദ്രൻ്റെ ഒരു പ്രത്യേകത, തനിക്ക് എതിര് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും അവർക്ക് കഴിവുണ്ടെങ്കിൽ അവരെ അംഗീകരിക്കുകയും പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ ബിനോയ് വിശ്വം വന്നപ്പോൾ ബിനോയ് വിശ്വം എന്ന് പറയുന്നത് സംഘടനാ സംവിധാനം അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സെക്രട്ടറി ആയിരുന്നില്ല, കാനത്തിന്റെ താല്പര്യം അനുസരിച്ച് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അന്ന് മുതൽ എതിർപ്പായിട്ട് നിന്ന ഇപ്പോൾ പ്രകാശ് ബാബു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഇസ്മയിൽ ആയിക്കോട്ടെ, സി ദിവാൻ, ഇവരൊക്കെ തന്നെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. ഇപ്പം ഈ ഇസ്മയിൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ സസ്പെൻഷനിൽ പുറത്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ളതാണ്, അനുവദിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറയുന്നത്, CPI-യുടെ മണ്ഡലം സമ്മേളനം വരെ എല്ലാം പൂർത്തിയായി. ഇനി ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നു, അത് കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനത്തിൽ കടക്കുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് CPI ആയിരുന്നു, അതിൽ നിന്ന് വിഭജിച്ചു പോയവരാണ് CPM എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പൊ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ആരാന്ന് വെച്ചാൽ CPI-കാരാണ്. അപ്പൊ അതിന്റെ ഒരു പാരമ്പര്യവും സംസ്കാരവും ഒക്കെ ഉണ്ടായിരുന്ന പാർട്ടിയെ ഒരു അന്തഛിദ്രത്തിലേക്ക് നയിക്കുന്നത് ഈ കെട്ടുറപ്പില്ലായ്മയാണ്, കൂട്ടായ്മയില്ലായ്മയാണെങ്കിൽ അതിനെ മറികടക്കേണ്ടത് അവർക്ക് ആവശ്യം. ഇപ്പൊ കമലാ സദാനന്ദൻ ഒരു പേര് ഉയർന്ന ഒരു പേരാണ്. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം. കാരണം മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിൽ ഇതെങ്ങനെയാണ് പുറത്തു വരിക? സ്വാഭാവികമായിട്ടും ഇവരുമായി ബന്ധമുള്ള ആരെങ്കിലും ചോർത്തി കൊടുക്കാതെ ഇത് പുറത്തേക്ക് വരില്ല. അപ്പോൾ ഇത് ചോർത്തി കൊടുക്കുകയും ഇതൊരു വിവാദമാക്കണമെന്നും ആഗ്രഹിച്ചവരാണെങ്കിൽ അവരെ കണ്ടുപിടിച്ച് അവർക്ക് നടപടിയെടുത്ത് മുന്നോട്ട് പോകണം. ഇനി അതല്ല, ഇത് പാർട്ടിയെ മനഃപൂർവ്വം നാറ്റിക്കാൻ വേണ്ടിയിട്ട് ചിലർ എടുത്ത മുൻകൈ എടുത്തതാണെങ്കിൽ അത്തരം ആൾക്കാരെയും കണ്ടെത്തണം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ബിനോയ് വിശ്വത്തിന് തൻ്റെ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന പദവി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണോ നടത്തുന്നത്? അതല്ല ആർജവത്തോടെ കാര്യങ്ങൾ തീരുമാനിച്ച് എതിർക്കേണ്ട കാര്യങ്ങളെ കൃത്യമായി എതിർത്തിട്ട് മുന്നോട്ട് പോകാം, ഈ ഒരു ഡിസിഷനാണോ എടുക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ കാലം CPIക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇടതുമുന്നണിയിൽ രണ്ടാമനെന്ന നിലയുണ്ടെങ്കിൽ പോലും CPM-നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ കൂടുതൽ അടുപ്പിച്ച് നിർത്താനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് അധികാരമില്ലാതെ 10 വർഷത്തിനപ്പുറത്തേക്ക് നിൽക്കാൻ കഴിയില്ല. അടുത്ത തവണ വീണ്ടും UDF അധികാരത്തിൽ വരുന്നൊരു സങ്കല്പം പോലും നമുക്കിപ്പോൾ ഇല്ല. കാരണം ഇപ്പോൾ ഈ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വർഷത്തിൽ താഴെയുള്ളൂ. അങ്ങനെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോൾ ലീഗിന് അവിടെ നിൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അധികാരം കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ CPM-ഓട് യോജിക്കാൻ പോലും അവർ തയ്യാറാകും. അങ്ങനെയാണെങ്കിൽ CPI-യെ വീണ്ടും തള്ളിക്കളയും. നമുക്കറിയാം മാണി വിഭാഗം ഇടതുമുന്നണിയിലേക്ക് വന്നപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് CPI-യും കേരള കോൺഗ്രസ് മാണി വിഭാഗം തമ്മിലാണ്. അതിന് സമാനമായ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിലവിൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വിശ്വാസമുള്ള ഒരു പാർട്ടിയാണ് CPI. അതിൻ്റെ ക്രെഡിബിലിറ്റിയെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ആ പഴയ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തെ മുറുകെ പിടിപ്പിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് ബിനോയ് വിശ്വം തന്നെ മുൻകൈയെടുത്ത് ഈ വിഭജിച്ച് നിൽക്കുന്ന അല്ലെ വിഘടിച്ച് നിൽക്കുന്ന നേതാക്കളെ കൊണ്ടുവരാം. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, തൃശ്ശൂരിൽ ഒരു സുനിൽകുമാർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ എവിടെ, എന്താണ് പാർട്ടിയുടെ തലപ്പത്തേക്ക് വരാത്ത അല്ലെ നേതൃത്വത്തിലേക്ക് വരാത്ത? അപ്പോൾ പാർലമെന്ററി രംഗത്തേക്ക് കടക്കുന്നതും അതല്ല പാർട്ടിയുടെ നേതൃതലത്തേക്ക് മാറി നിൽക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വിഘടിച്ച് നിൽക്കുന്ന നേതാക്കളെ കൂടെ കൂട്ടി യോജിപ്പിച്ച് ഒരു ഒറ്റ ഘടകമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ CPIക്ക് ഒരു വില ഉണ്ടാകുള്ളൂ. അത് CPM-നെ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതൊക്കെയല്ലേ ചെയ്യേണ്ടത്? തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഈ ബോധപൂർവം എന്തായാലും ആ കാറിനകത്ത് നടന്ന സംഭാഷണങ്ങൾ ബോധപൂർവം തന്നെ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അതിലും പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത്, ഈ രീതിയിലുള്ള ഒരു സമീപനം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ നടത്തി ഇതിനെ കൂടുതൽ നാണം കെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു പിടിവള്ളിയാണ്. കാരണം ഇവന്മാർ തമ്മിൽ തല്ലുന്നവന്മാരെ ഇവന്മാരെ എടുത്ത് കളയാം എന്നുള്ളൊരു ചിന്താഗതി മാറ്റ്. കാരണം ഇവർക്ക് ലീഗിനെയാണ് താല്പര്യം. CPI-യെ സംബന്ധിച്ചിടത്തോളം CPI ഇനി കോൺഗ്രസിൽ UDF-ലേക്ക് പൊയ്ക്കൂടാ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സ്വാഭാവികമായിട്ടും ഈ ലീഗ് ഇടതുമുന്നണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് കോൺഗ്രസിലേക്ക്. കോൺഗ്രസ് ആകെ ഈ പറഞ്ഞതുപോലെ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥയായതുകൊണ്ട് കോൺഗ്രസ് ഇവരെ സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ആർജവത്തോടെ ഒരു നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാടെടുത്തേ മതിയാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.